Fundamental principle of counting. Before stating the fundamental principle of counting, let us consider a problem. Suppose a boy, he has 3 pants and 2 shirts. So let's take P1, the first pant, second pant P2 and third pant P3. And suppose the shirts S1, S2. He has 3 pants and 2 shirts. We need to answer the question, how many different pairs of a pant and a shirt can he dress up with? So we write the pants here, P1, P2, P3 and S1, S2 shirts. So etra different ways namukku a pair of pant and a shirt choose ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. We can take P1 S1, P1 S2, P2 S1, P2 S2, P3 S1, P3 S2. So total എത്രയുണ്ട്? 3 എണ്ണം 2 എണ്ണം ആയിട്ട്. Okay, so total 6 different ways ആണ് വരിക. സോ വളരെ ഈസി ആയിട്ട് എത്ര പെയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും ചോദിച്ചാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. 6 ഡിഫറെന്റ് വേസ് എന്ന് എഴുതാൻ പറ്റും. ഇനി ഞാൻ വേറൊരു പ്രോബ്ലം കൂടെ തരാം. സപ്പോസ് എ ഗേൾ ഹാസ് 2 bags, 3 boxes and 2 water bottles. 2 bottles. Question is, in how many ways can she carry these items choosing one each? So ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 2 ബാഗ് ഉണ്ട്. So let's take B1, B2. 3 boxes ഉണ്ട്. So 3 boxesനെ നമുക്കൊരു കാര്യം ചെയ്യാം. 3 ടിഫിൻ ബോക്സസ് നോക്കാം. So 3 ടിഫിൻ ബോക്സസിനെ T1, T2, T3 എന്നെടുക്കാം. 2 വാട്ടർ ബോട്ടിൽസ് ഉണ്ട്. അതിനെ നമുക്ക് W1, W2 എന്നെടുക്കാം. സോ ഓരോന്നിൽ നിന്നും ഓരോന്ന് വീതം എടുത്തിട്ട് എത്ര പോസിബിലിറ്റീസ് ഉണ്ടാകും, ഈ ഓരോന്നും എടുക്കാൻ എത്ര പോസിബിലിറ്റീസ് ഉണ്ടാകും എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നമ്മൾ 3 എണ്ണം ഉണ്ട്. നേരത്തെ 2 എണ്ണമായിരുന്നു, ഈസി ആയിട്ട് കാണാൻ പറ്റിയപ്പോൾ. ഇവിടെ 3 എണ്ണം വരുമ്പം ഞാൻ ഇതിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. B1, B2. B1ന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ടിഫിൻ ബോക്സസ് വരും. B2ന് കറസ്പോണ്ടിങ് ആയിട്ടും 3 ടിഫിൻ ബോക്സസ് വരും. ഓക്കെ, അതേപോലെ ടിഫിൻ ബോക്സ് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് 2 വാട്ടർ ബോട്ടിൽസ് വരും. നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. സോ ഏതൊക്കെ ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ചൂസ് ചെയ്യാം? B1ഉം T1ഉം W1ഉം എടുക്കാം. B1ഉം T1ഉം W2 എടുക്കാം. B1ഉം T2ഉം W1 എടുക്കാം. B1 T3 W2 എടുക്കാം. ഓക്കെ, B1 T2 W2 എടുക്കാം. അങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് എത്ര വേസിൽ ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ നമ്പർ ഓഫ് ബാഗ്സിൻ്റെ എണ്ണം 2 ആണ്. നമ്പർ ഓഫ് ടിഫിൻ ബോക്സസിൻ്റെ എണ്ണം 3 ആണ്. നമ്പർ ഓഫ് വാട്ടർ ബോട്ടിൽസിൻ്റെ എണ്ണം 2 ആണ്. സോ ടോട്ടൽ നമുക്ക് 2 × 3 × 2 12 ഡിഫറെൻറ്റ് വേസ് കിട്ടും. B1 T1 W1, B1 T1 W2, B1 T2 W1, B1 T2 W2, B1 T3 W1, B1 T3 W2. സോ ഇവിടെ തന്നെ 6 എണ്ണം വന്നു, ഇവിടെയും 6 എണ്ണം വന്നു. സോ ടോട്ടൽ നമുക്ക് 12 കിട്ടും. എന്നാൽ ഈ പ്രോബ്ലം നമുക്ക് വേറൊരു വഴിയിൽ ചെയ്യാൻ കഴിയും. ഓക്കെ, so that means here actually there are 2 objects, 2 things, pants and shirts. A pant can be chosen in how many ways? Total 3 pant ആണുള്ളത്. സോ നമുക്ക് ഈ 3 പാൻറ്റിനും ഒരേ ചാൻസ് ആണ് സെലക്ട് ചെയ്യപ്പെടാൻ. സോ എ പാന്റ് ക്യാൻ ബി ചോസൺ ഇൻ 3 ways. A shirt can be chosen from 2 shirts in 2 ways because there are total 2 shirts are there. So we are selecting a pant following which we are selecting a shirt. So 2 events ആണെന്നാണ് നമ്മൾ പറയുന്നത്. That is, first we have to select
selecting a pant, the event of selecting a pant, and second we have the event of selecting a shirt. A pant can be selected in 3 ways. A shirt can be selected in 2 ways. So ഇത് രണ്ടും ഡിപ്പെൻഡൻ്റ് ആണല്ലോ. ഒരു പാൻറ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതൊരു ഷർട്ട് സെലക്ട് ചെയ്യാനേ പോകുള്ളൂ. ദറ്റ് മീൻസ് സെലക്ഷൻ ഓഫ് ഷർട്ട് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ സെലക്ഷൻ ഓഫ് പാൻറ്. ഒരു പാൻറ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷർട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ നമ്പർ ഓഫ് വേസ് is equal to കാണണമെങ്കിൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി 3 into 2. So we get 6 possible ways are there. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തത്. There are 2 bags, there are 3 tiffin boxes, there are 2 water bottles. So there are 3 events. The event of choosing a school bag, the event of choosing a tiffin box, the event of choosing a water bottle. So here the first event occur in 2 ways, following which the second event occur in 3 ways, following which the third event occur in 2 ways. Therefore, the total number of occurrence to the events in the given order 2 into 3 into 2, that is 10. ഈ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ എത്ര ഒബ്ജക്ട്സ് ഉണ്ടോ, എത്ര ഡിഫറെൻ്റ് ഒബ്ജക്ട്സ് ഉണ്ടോ അതിങ്ങനെ ഒരു ടേബിളിൽ പോലെ എഴുതിയിട്ട് കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓരോ ഇവന്റിൻ്റെയും ഡിഫറെൻറ്റ് വേസ് ഓഫ് ഒക്കറൻസ് എത്രയാണെന്ന് നോക്കാം. അതിനുശേഷം ടു ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് ദ ഇവന്റ്സ് ഇൻ ദ ഗിവൺ ഓർഡർ കാണണമെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദിസ് പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. Fundamental principle of counting states that if an event can occur in m different ways, following which another event can occur in n different ways, then the total number of occurrence of the events in the given order is m into n. This principle is also called multiplication principle. So, എങ്ങനെയാണ് fundamental principle of counting ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം.